ഹായ് ഹലോ നമസ്കാരം. മഴതോറും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ അലീനെ തന്റെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അലീനയും തന്റെ അച്ഛനായിട്ട് തന്നെയാണ് ഇപ്പോൾ ബാലചന്ദ്രനെ കാണുന്നത്. ഇതിനിടയിൽ വൈജയന്തി വന്നു കഴിഞ്ഞാലും വൈജയന്തിയെ അടിച്ചു പുറത്താക്കാനായിട്ട് അലീനെ ശ്രമിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കഥ ഒരു വഴിത്തിരിവിലായി, കാരണം ഒരു വഴിയിലായി. ബാലചന്ദ്രനെ കാണാനായിട്ട് അലീന വന്നപ്പോഴും അങ്ങനെ എത്രത്തോളം അലീനയുടെ മനസ്സിൽ ബാലചന്ദ്രന് സ്ഥാനമുണ്ടെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അലീനയോട് ഒരു കാര്യവും കൂടി പറഞ്ഞു, ഇനി നീ എന്നെ സാറെന്ന് വിളിക്കരുത്, എന്നെ അച്ഛനെന്ന് മാത്രമേ വിളിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ അച്ഛൻ മകൾ സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാലചന്ദ്രന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, എന്തൊക്കെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകുവാണ്. അപ്പോൾ കഥക് പതിവില്ലാതെ കുറ്റിയിട്ടിരിക്കുകയാണ്. അലീന ആദ്യം സാറെന്ന് വിളിച്ചു, പിന്നെ അച്ഛ എന്ന് വിളിച്ചപ്പോഴാണ് കഥക് തുറന്നത്. എന്തിനാ കഥക് അടച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, നീ എങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് എന്ന് കേൾക്കാനായിട്ട്, ആ ഒരു വാക്ക് കേൾക്കാനായിട്ടാണ് ഞാൻ കൊതിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് കഥക് കുറ്റിയിട്ടതെന്നും നീ ആദ്യം സാറെന്ന് വിളിച്ചതും പിന്നെ അച്ഛാന്ന് വിളിച്ചതും ഞാൻ കേട്ടു എന്നും ബാലചന്ദ്രൻ പറഞ്ഞു. പിന്നെ സ്നേഹത്തോടു കൂടി അച്ഛന് ഭക്ഷണം കൊടുക്കുന്നതും പിന്നെയും അച്ഛ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതും അങ്ങനെ ഭയങ്കര ഒരു, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു കുളിർമ തോന്നുന്നു പറയത്തില്ലേ, അമ്മാതിരി ഒരു സീന് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്രത്തോളം ഒരു മകൾ ഇത്രയും നാളും ഒറ്റപ്പെട്ട് സ്വന്തം അമ്മ ആരാണെന്ന് പോലും അറിയാതെ അനാഥയായി ജീവിച്ചു. എന്നാൽ ആ മകൾക്ക് ഒരു അമ്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ വരുമ്പോൾ അമ്മ എങ്ങനെയെങ്കിലും അവളെ ഓടിച്ചു വിടാനായിട്ട് നോക്കുന്നു. അത്രത്തോളം ക്രൂരതയോടുകൂടി പെരുമാറുന്ന ഒരാള്. അത് കഴിഞ്ഞിട്ട് ആ സത്യങ്ങള് ആ അമ്മയുടെ ഭർത്താവ് അറിയുമ്പോൾ ആ ഭർത്താവ് തന്നെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കുന്നു, സ്വന്തം മകളായിട്ട് സ്നേഹിക്കുന്നു. വളരെ ഒരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലൂടെയല്ലേ കഥ പോകുന്നത്. അങ്ങനെ എന്തായാലും ബാലചന്ദ്രന്റെയും അലീനയുടെയും ആ ഒരു സ്നേഹം, അച്ഛൻ മകൾ സ്നേഹം കൃത്യമായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും സ്നേഹത്തോടു കൂടി അച്ഛനും മകളും നിൽക്കുമ്പോഴും എങ്ങനെ അലീനെ അടിച്ചു പുറത്താക്കാം എന്നുള്ള ഒരു പ്ലാൻ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് വൈജയന്തി. അങ്ങനെ അവസാനം വൈജയന്തി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അലീനെ എങ്ങനെ പുറത്താക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുമ്പോൾ അവിടെ കൃഷ്ണമോള് വന്നിട്ട് വിളിക്കുന്നുണ്ട്, അമ്മ എവിടേക്കാ പോകുന്നത്? അപ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചേ, നീ പതിവില്ലാതെ ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇനിയിപ്പോ എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നതാണോ എന്നുള്ള ഒരു ഡൗട്ട് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പൊ അലീനയും അച്ഛനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മ ഇവിടുന്ന് പോകുകയല്ലേ ചെയ്യുന്നത്, അമ്മ പടിയിറങ്ങി പോകുന്നതല്ലേ നമ്മൾ കാണുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംസാരങ്ങൾ നിൽക്കുന്ന സമയത്ത് വൈജയന്തി വീണ്ടും കൃഷ്ണമോളെ കുറ്റപ്പെടുത്തുകയും അലീനയും ബാലചന്ദ്രനെയും കുറ്റപ്പെടുത്തുമ്പോൾ ബബിതയും തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും കൃഷ്ണമോള് പറയുന്നത്, അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും അലീന ചേച്ചി ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല, അച്ഛൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അലീന ചേച്ചി ഇവിടെ ഉണ്ടാകുമെന്ന് കൃഷ്ണമോൾ ഉറപ്പിച്ചു പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാരണം ചോദിക്കുമ്പോൾ മാത്രം അത് പറയാനായിട്ട് കൃഷ്ണ തയ്യാറല്ല. എനിക്ക് അച്ഛന്റെ മകളായാൽ മതി, അമ്മയെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നാണ് കൃഷ്ണ പറയുന്നത്. കൃഷ്ണ പോയ ആ സമയം മുതൽ ഇപ്പൊ വന്നതിന് ശേഷമുള്ള കൃഷ്ണയുടെ ആ ഒരു മാറ്റം എല്ലാവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. കൃഷ്ണ അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞു, അലീന ചേച്ചിയെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ദ്രോഹിക്കാതിരുന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ലതെന്ന് മാത്രം കൃഷ്ണ പറഞ്ഞിട്ട് പോയി. ബബിത ചോദിച്ചപ്പോ ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്നും ഹോസ്പിറ്റലിൽ പോയി ബെൽറ്റൊക്കെ മാറ്റിയതിനു ശേഷം അമ്മയെ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവിടുമെന്നും ബബിതയോട് വൈജയന്തി പറഞ്ഞു. എന്നിട്ട് മുത്തശ്ശിയെ കണ്ടു. അപ്പോൾ മുത്തശ്ശിക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്തതിന് ശേഷം സാരി ഉടുപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അലീന. ഈ സമയത്ത് വൈജയന്തി വരുമ്പോഴാണ് അമ്മയുടെ ബാഗും സാധനങ്ങളൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നത്. അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഏതാണെന്ന് പോലും പറയാതെ ബാഗില് അവിടെ സൗദാമിനി അമ്മയുടെ സാധനങ്ങൾ, ഡ്രസ്സും പിന്നെ മരുന്നുകളും സാധനങ്ങളും ഒക്കെ എടുത്ത് പാക്ക് ചെയ്യുവാണ്. എന്താന്ന് ചോദിച്ചിട്ട് വൈജയന്തി ഒന്നും പറയുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ അലീനയുടെ ബാഗൊക്കെ എടുത്ത് എറിയുന്നത് മാത്രം കണ്ടു. അതിനുശേഷം വീണ്ടും ചോദിച്ചപ്പോഴാണ് അമ്മ ഇനി മുതൽ ഇവിടെയല്ല, അമ്മ കൊല്ലപ്പള്ളിയിലാണ് താമസിക്കേണ്ടത്, അമ്മ ഇനി മുതൽ ഇവിടെയല്ല, ഇവിടെ അമ്മ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇവളും ഇവിടെ നിൽക്കുന്നത്, അമ്മ പോയി കഴിഞ്ഞാൽ അവളും പോകുമല്ലോ, അതുകൊണ്ട് നീ ഇനി നിന്റെ സാധനങ്ങളും കൂടി എടുത്തുകൊണ്ട് കാറിൽ വെച്ചോളൂ, നീയും അമ്മയ്ക്കൊപ്പം കൊല്ലപ്പള്ളിയിൽ പോയാൽ മതിയെന്ന് വൈജയന്തി പറഞ്ഞു.
അത് സാധിക്കത്തില്ല എന്നും എന്നെ ഇവിടെ നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കി വിട്ടതാണ്. അപ്പോൾ എന്നെ അടിച്ചു പുറത്താക്കിയത് കൊണ്ട് തന്നെ എൻ്റെ ജോലിയും കാര്യങ്ങളും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്തായാലും എന്നെ ഇനി ഇവിടെ നിന്ന് പുറത്താക്കാം എന്ന് നോക്കണ്ട എന്ന് അലീന തീർത്തും പറഞ്ഞു. അപ്പോഴും നീ ശരി, നിനക്ക് ഞാനൊരു പ്രൊമോഷൻ തരാം, നീ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നീ നേരെ കൊല്ലപ്പള്ളിയിലേക്ക് വെക്കോ, അവിടെ നിന്റെ ഭരണം മതി എന്ന് പറയുമ്പോഴും എനിക്ക് എന്നെ ഇത് പറ്റത്തില്ല, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങത്തില്ല എന്നും ഇത് എൻ്റെ അച്ഛൻ്റെ വീടും കൂടിയാണ്, എൻ്റെ അച്ഛൻ അംഗീകരിച്ചു കഴിഞ്ഞു, ഇനി അച്ഛനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അലീന തീർത്തും പറഞ്ഞു. അതോടുകൂടി ഞെട്ടിയിരിക്കുകയാണ് വൈജയന്തി. ഇനി എന്തൊക്കെ യുദ്ധങ്ങളായിരിക്കും അവിടെ സംഭവിക്കുക? എന്തായാലും വൈജയന്തിയും അലീനയും തമ്മിലുള്ള പോര് തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും മുത്തശ്ശിയും കൊണ്ട് വൈജയന്തി കൊല്ലപ്പള്ളിയിലേക്ക് പോകും. അവിടെ കൊല്ലപ്പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനപ്പുറം പ്രശ്നങ്ങളായിരിക്കും മുത്തശ്ശി നേരിടേണ്ടി വരുന്നത്. കമലയല്ലേ ആള്, മുത്തശ്ശിയുടെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അവസാനം മുത്തശ്ശി അവിടെ നിന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയാവും. മുത്തശ്ശി എണീറ്റ് നടക്കാറായ പരുവത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ കിടന്ന് എഴയേണ്ട ഒരു അവസ്ഥയിൽ അവിടെ കമല മുത്തശ്ശിയെ കൊണ്ട് എത്തിക്കും എന്ന് അലീനയ്ക്കും അറിയാം. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.